അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ബിസിനസ് സൈക്കിളാണ്. അത് സി ഫൗണ്ടേഷൻ എക്കണോമിക്സിലെ ഒരു ചാപ്റ്ററാണ്. ചെറിയൊരു ചാപ്റ്ററാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ബിസിനസ് ആക്ടിവിറ്റി നല്ലൊരു ഡെവലപ്മെൻറ്റിലേക്ക് പോകും, ചില സമയങ്ങളിൽ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റി വല്ലാതെ ഡൗൺ ടൗണിലേക്ക് പോകാനും സാധ്യതയുണ്ട്. സോ ഒരു ബിസിനസ്സിൻ്റെ ഇതാണ് ഒരു എക്സ്പാൻഷനും കൺട്രാക്ഷനും, അതിൻ്റെ ആക്ടിവിറ്റീസിലുണ്ടാകുന്ന എക്സ്പാൻഷനും കൺട്രാക്ഷനെയാണ് നമ്മൾ ബിസിനസ് സൈക്കിൾ എന്ന കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിസിനസ് സൈക്കിൾ റെഫേഴ്സ് ടു ദ ആൾട്ടർനേറ്റ് എക്സ്പാൻഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ദ ഓവറോൾ ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്, ആസ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലക്ച്വേഷൻ ഇൻ മെഷേഴ്സ് ഓഫ് ദ അഗ്രിഗേറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് സച്ച് ആസ് GNP, അതുപോലെ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം. അതിൻ്റെ എല്ലാ ടേംസിലും നമ്മൾ നോക്കും, അതായത് എക്കണോമിക് ആക്ടിവിറ്റി ആയാലും അതുപോലെ എംപ്ലോയ്മെൻറ്റും അതിൻ്റെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, ഇതിൻ്റെയൊക്കെ ടേംസിൽ നമ്മൾ ബിസിനസ് സൈക്കിൾ നമ്മൾ മെഷർ ചെയ്യും. സോ ഇനി ബിസിനസ് സൈക്കിളിൻ്റെ 4 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ 4 ഫേസുകളാണ് പറയുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എക്സ്പാൻഷനാണ്, പിന്നീട് പീക്ക്, കൺട്രാക്ഷൻ, ട്രഫ്. എക്സ്പാൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ്സിൻ്റെ സൈക്കിളിൻ്റെ അതായത് ഏറ്റവും ടോപ്പിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് ഫേസാണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ ഫേസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഇൻക്രീസ് ഇൻ നാഷണൽ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ്, അഗ്രിഗേറ്റഡ് ഡിമാൻഡ് എക്സെട്ര ആണ് വരുന്നത്. സോ അതായത് എന്താണ്, അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഇതും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അതിൻ്റെ ഔട്ട്പുട്ട് ആയിക്കോട്ടെ, എംപ്ലോയ്മെൻറ്റ് ആയിക്കോട്ടെ, ഡിമാൻഡ്, ക്യാപിറ്റൽ, കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ, എവറിത്തിങ് ഹാസ് എക്സ്പാൻഷൻ ഫേസിൽ നിൽക്കുന്നതാണ് എക്സ്പാൻഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ്പാൻഷൻ്റെ ഏറ്റവും പീക്കിലെത്തുന്ന ആ ഒരു അല്ലെങ്കിൽ ടോപ്പിലെത്തുന്ന പോയിൻ്റാണ് പീക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ്പാൻഷനുള്ള ഒരു ബിസിനസ് സൈക്കിൾ ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അതെന്താണ് താഴെ ഡൗൺ ട്രെൻഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ അതിനെയാണ് നമ്മൾ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡിക്രീസ് ഇൻ ഡിമാൻഡാണ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ട്രഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏറ്റവും ഡെപ്ത്, അതായത് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ്റെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ഏറ്റവും ബോട്ടം ലൈനാണ് ട്രഫ് എന്ന് പറയുന്നത്. അതാണ് ട്രഫ് എന്ന് പറയുന്നത്. A noteworthy characteristic of this economic fluctuation is that they are recurrent and occur periodically. അതായത് ബിസിനസ് സൈക്കിളിലെ ഓരോ 4 ഫേസുകളും റിക്കറൻ്റ് ആയിട്ട്, അതായത് പീരിയോഡിക്കലി സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രൊലോങ്ഡ് പീരീഡിലേക്ക് ഉണ്ടാകുന്നതല്ല, റിക്കറൻ്റ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഇനി കോസസ് ഓഫ് ബിസിനസ് സൈക്കിളിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇൻറ്റേർണൽ കോസ്റ്റ് ഉണ്ട്, എക്സ്റ്റേണൽ കോസ്റ്റ് ഉണ്ട്. ഇൻറ്റേർണൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇഫക്റ്റീവായിട്ട് നമ്മുടെ ഡിമാൻഡ് കുറയുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുക, അതുപോലെ തന്നെ മണി സപ്ലൈയിലുള്ള ഇഷ്യൂസ്, അതുപോലെ എന്താണ് സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് വരാം, ഗവൺമെൻറ് സ്പെൻഡിങ്, മാക്രോ എക്കണോമിക് പോളിസീസ്, എവറിത്തിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇൻറ്റേർണൽ കോസസ്. എക്സ്റ്റേണൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് നടക്കുന്ന ഏതെങ്കിലും വാർ, യുദ്ധങ്ങളോ, അതുപോലെ പോസ്റ്റ് വാർ, റീകൺസ്ട്രക്ഷൻ, ടെക്നോളജി ഷോക്ക്, നാച്ചുറൽ ഫാക്ടേഴ്സ്, നാച്ചുറൽ കലാമിറ്റീസ് എക്സെട്ര, പോപ്പുലേഷൻ ഗ്രോത്ത്, ഇങ്ങനെയൊക്കെയാണ് എക്സ്റ്റേണൽ കോസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ആൻഡ് ദ എക്സാമ്പിൾസ് ഓഫ് എ ബിസിനസ് സൈക്കിൾ, ഇനി ബിസിനസ് സൈക്കിളിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് പറയുന്നത്. അതായത് 1930 നടന്ന ഗ്രേറ്റ് ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 2008-9 നടന്ന സാമ്പത്തിക മാന്ദ്യം, എക്കണോമിക് ക്രൈസിസ്, അതിൻ്റെ അതുപോലെ IT ബബിൾ ബേഴ്സ്റ്റ് 2000 നടന്നത്, ഇതൊക്കെ നമ്മുടെ ബിസിനസ് സൈക്കിളിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ് സൈക്കിൾസ് ആർ കണ്ടാജിയസ് ആൻഡ് ഇൻ്റർനാഷണൽ ക്യാരക്ടർ. അതായത് ബിസിനസ് സൈക്കിൾ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ ഒരു കൺട്രിയിൽ മാത്രം നമ്മളിങ്ങനെ നിൽക്കുന്നതായിരിക്കില്ല, അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ആക്ടിവിറ്റിയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. മറ്റൊരു കൺട്രീസിലും ട്രേഡ് റിലേഷൻസിലൂടെ അത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ദ ഫേസ് ഓഫ് ബിസിനസ് സൈക്കിൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ന്യൂ ബിസിനസ് ടു ഡിസൈൻ ആൻഡ് എൻട്രി ഇൻ ടു ദ മാർക്കറ്റ്. ഏത് ഫേസിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റൂ. അതിന് ഡിസൈൻ ചെയ്യാൻ ബിസിനസ് സൈക്കിൾ വളരെ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കൺസെപ്റ്റാണ് നമ്മൾ ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇതിൻ്റെ ബിസിനസ് സൈക്കിളിൻ്റെ ഒരു ഷോർട്ട് റിവിഷൻ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ മെയിനായിട്ട് പഠിക്കുന്നത് ഇതിൻ്റെ 4 സ്റ്റെപ്പുകൾ, നമ്മൾ 4 ഫേസുകൾ നല്ല രീതിയിൽ നോക്കി വെക്കണം. അതുപോലെ ഈ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കോസസ് MCQ ചോദിക്കുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അതും മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.